ഇഗ്നു BA ഹിസ്റ്ററി ഓണേഴ്സിലെ സെം 5-ലെ ഒരു പേപ്പറാണ് ഹിസ്റ്ററി ഓഫ് മോഡേൺ യൂറോപ്പ് 1. ഇത് 1780 മുതൽ 1939 വരെയുള്ള കാലഘട്ടമാണ് ഈ ടെക്സ്റ്റ് ബുക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിലെ യൂണിറ്റ് 14 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നാഷണലിസം ആൻഡ് ദ നാഷൻ സ്റ്റേറ്റ് എന്നാണ് യൂണിറ്റ് 14ന്റെ പേര്. ടെക്സ്റ്റ് ബുക്കിലെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ഒരുപാട് ആശയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം എന്താണ് നാഷണലിസം എന്ന ആശയത്തിന്റെ മീനിങ് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു ഷോർട്ട് ഐഡിയ നമ്മൾ പറയുവാണ്. In Western Europe, nationalism emerged in the modern sense only during the 18th century. പടിഞ്ഞാറൻ യൂറോപ്പില്, പടിഞ്ഞാറൻ രാജ്യങ്ങളിലാണല്ലോ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ, അവിടെ ഈ നാഷണലിസം അഥവാ ദേശീയത എന്നത് ഉണ്ടായി വന്നത്, എമർജ് ചെയ്തത് നമ്മൾ ഇന്ന് പറയുന്ന സെൻസിലുള്ള അർത്ഥത്തിലുള്ള ഒരു നാഷണലിസം. അത് 18th സെഞ്ചുറിയിൽ മാത്രമാണ്. നാഷണലിസം വളരെ പണ്ടിനാലെ മുതലേ ലോകത്തുണ്ടായിട്ടുണ്ട്. പക്ഷെ വെസ്റ്റേൺ യൂറോപ്പില് നമ്മൾ ഇന്ന് പറയുന്ന മോഡേൺ സെൻസിലുള്ള ഒരു നാഷണലിസം ഉണ്ടായത് 18th സെഞ്ചുറിയിൽ മാത്രമാണ്. 19th സെഞ്ചുറിയിലും 20th സെഞ്ചുറിയിലും അത് പിന്നീട് ലോകമെമ്പാടും ഈ നാഷണലിസ്റ്റിക് ഫീലിംഗ് അത് സ്പ്രെഡ് ആയി. ഡ്യൂറിംഗ് ദ 19th സെഞ്ചുറി ആൻഡ് 20th സെഞ്ചുറി ഇറ്റ് സ്പ്രെഡ് ത്രൂ ഔട്ട് ദ വേൾഡ്. ഇനി നാഷണലിസം എന്ന ഐഡിയ എന്താണ്? നാഷണലിസം എന്ന ഐഡിയ, ദ ഐഡിയ ഓഫ് നാഷണലിസം വെൻ അസോസിയേറ്റഡ് വിത്ത് ദ കോൺസെപ്റ്റ് ഓഫ് മോഡേൺ സ്റ്റേറ്റ്, ആധുനിക രാഷ്ട്രം എന്ന സങ്കല്പത്തോട് ചേരുമ്പോൾ പുതിയൊരു ദേശരാഷ്ട്രങ്ങളുടെ പിറവിക്കും കൂടി അത് കാരണമാവുകയാണ്. നാഷണലിസം എന്നത്, ദേശീയത എന്നതൊരു വികാരപരമായ ഒരു ആശയമാണ്. ഞങ്ങളൊരു ജനതയാണെന്നുള്ള ഫീലിംഗ് ആണ് പ്രധാനമായും. അത് പണ്ടേ പല നാടുകളിലും ഉണ്ടായിരുന്നു. അവരെ ഒരുമിപ്പിക്കുന്ന എന്തെങ്കിലും ഫാക്ടർ, കോമൺ റിലീജിയൻ ആവാം, കോമൺ ലാംഗ്വേജ് ആവാം, കോമൺ എത്തനിസിറ്റി ആവാം, എന്തെങ്കിലും ഒരു കാര്യം അവരെ നാഷണലിസ്റ്റിക് ഫീലിംഗിൽ ഒരുമിപ്പിച്ചു എന്ന് പറയാം. അത് മോഡേൺ സ്റ്റേറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ അത് നാഷണൽ സ്റ്റേറ്റിന്റെ ഫോർമേഷന് കാരണമായി. ഇനി ഇൻ സർട്ടൻ കേസസ് modern state fostered a spirit of nationalism to provide the people inhabiting its boundaries with a viable nationalist ideology. ചില കേസില് മോഡേൺ സ്റ്റേറ്റുകൾ നാഷണലിസത്തിന്റെ സ്പിരിറ്റിനെ ഫോസ്റ്റർ ചെയ്തു എന്ന് പറയാം. ടു പ്രൊവൈഡ് ദ പീപ്പിൾ ഇൻഹാബിറ്റിംഗ് ഇറ്റ്സ് ബൗണ്ടറീസ്, അതിന്റെ ഒരു ദേശീയ പ്രദേശത്തിന്റെ, ഒരു ദേശീയതയുടെ ഒരു ജനത വസിക്കുന്ന ബൗണ്ടറിയിൽ തീർച്ചയായിട്ടും നാഷണലിസത്തിന്റെ ഫീലിംഗ് ഫോസ്റ്റർ ചെയ്യാനായിട്ട് ചിലപ്പോഴൊക്കെ എന്തെങ്കിലും ഒരു നാഷണലിസ്റ്റ് ഐഡിയോളജി ഉണ്ടാകും, ഒരു ദേശീയ വികാരം. അത് ചിലപ്പോൾ കൾച്ചറൽ ആയിരിക്കാം, ചിലപ്പം പൊളിറ്റിക്കലായ ഒരു കാര്യം. അത് ചിലപ്പോ നാഷണലിസ്റ്റിക് ഫീലിങ്ങിനെ ഒന്നുകൂടെ ഊട്ടിയുറപ്പിച്ചിട്ടുണ്ടാവാം, ഫോസ്റ്റർ ചെയ്തിട്ടുണ്ടാവാം. അത് ആധുനിക രാഷ്ട്രങ്ങളുടെ കാര്യത്തിൽ ചിലപ്പോഴൊക്കെ. എന്തായാലും നാഷണലിസത്തെ കുറിച്ച്, നാഷണൽ സ്റ്റേറ്റിന്റെ ഫോർമേഷനെ കുറിച്ച് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോ ഈ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ചേർന്നപ്പോൾ ബോത്ത് ദീസ് ടു തിങ്സ് ടുഗദർ ലെഡ് ടു പോപ്പുലർ മൊബിലൈസേഷൻസ് ഫർദർ സ്ട്രെങ്തൻഡ് ദ പ്രോസസ് ഓഫ് നാഷണൽ സ്റ്റേറ്റ് ഫോർമേഷൻ. അങ്ങനെ ജനങ്ങൾ ഒരുമിച്ച് കൂടാൻ തുടങ്ങി, ഒരു വികാരത്തിന്റെ കീഴിൽ മൊബിലൈസ് ചെയ്യാൻ തുടങ്ങി. അപ്പോ അത് വീണ്ടും നാഷണൽ സ്റ്റേറ്റ് ഫോർമേഷൻ, ദേശരാഷ്ട്രങ്ങളുടെ രൂപീകരണത്തെ ആ പ്രക്രിയ കുറച്ചും കൂടി ശക്തിപ്പെടുത്തി എന്ന് പറയാം. അക്കോർഡിംഗ് ടു ദ ഫ്രഞ്ച് ഹിസ്റ്റോറിയൻ, ഒരു ഫ്രഞ്ച് ചരിത്രകാരനാണ്, അതുപോലെ തന്നെ ഓറിയന്റലിസ്റ്റ് ആണ്, എർണസ്റ്റ് റെനൻ എന്ന ഫ്രഞ്ച് ചരിത്രകാരൻ. അദ്ദേഹം കിഴക്കൻ നാടുകളെ കുറിച്ചുള്ള പഠനത്തിൽ വ്യാപൃതനായിരുന്നു, ഓറിയന്റലിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എ നേഷൻ ഈസ് എ സ്പിരിച്വൽ കമ്മ്യൂണിറ്റി വിച്ച് വിഷ് ടു അപ്ഹോൾഡ് എ സെൻസ് ഓഫ് യൂണിറ്റി ത്രൂ എ ഡേ ടു ഡേ വോട്ട് ഓഫ് കോൺഫിഡൻസ്. നിത്യേന ആ ജനത ഞങ്ങൾ ഒന്നാണ് എന്ന് പരസ്പരമുള്ള വിശ്വാസ ദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട്, ഒരു വോട്ട് ഓഫ് കോൺഫിഡൻസ് പ്രകടിപ്പിച്ചുകൊണ്ട് ആത്മീയമായ ഒത്തൊരുമ പ്രദർശിപ്പിച്ച ഒരു കമ്മ്യൂണിറ്റിയാണ് എന്നാണ് അദ്ദേഹം അതേക്കുറിച്ച് പറഞ്ഞത്. ഇതൊരു ആദർശപരമായ ഒരു ചിന്തയാണ് എർണസ്റ്റ് റെനന്റെ വളരെ ഐഡിയലിസ്റ്റിക് ആയ ഒരു തോട്ടാണ്. ജോസഫ് സ്റ്റാലിൻ
once argued that ജോസഫ് സ്റ്റാലിൻ ഒരിക്കല് ഇങ്ങനെ വാദിച്ചു, a nation is a historically constituted stable community. USSRന്റെ നേതാവും പ്രസിഡന്റും ഒക്കെ ആയി മാറിയ സോവിയറ്റ് യൂണിയന്റെ ഒക്കെ ആയി മാറിയ ആളാണ് ജോസഫ് സ്റ്റാലിൻ. അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, എ നേഷൻ ഈസ് എ ഹിസ്റ്റോറിക്കലി കോൺസ്റ്റിറ്റ്യൂട്ടഡ് സ്റ്റേബിൾ കമ്മ്യൂണിറ്റി ഓഫ് പീപ്പിൾ ഫോംഡ് ഓൺ ദ ബേസിസ് ഓഫ് എ കോമൺ ലാംഗ്വേജ്. അത് ഒരു കോമൺ ലാംഗ്വേജിന്റെ ബേസിസിലാണ് അവർ രൂപപ്പെട്ടതെന്നും രാജ്യം, രാഷ്ട്രം അല്ലെങ്കിൽ നാഷൻ ഉണ്ടാകുന്നതെന്നും ചിലപ്പോ ടെറിട്ടറിയുടെ പേരിലാവാമെന്നും ചിലപ്പോ അവരുടെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഒരുപോലെ ഇരിക്കുന്നത് കൊണ്ടാവാം ഒരു നാഷൻ ഉണ്ടാവണമെന്നും ചിലപ്പോൾ അവരുടെ സൈക്കോളജിക്കൽ മേക്കപ്പ്, മനഃശാസ്ത്രപരമായ ചിന്ത ഒന്നുപോലെയുള്ളത് കൊണ്ടാവാം അവരൊറ്റ ദേശമായി നിലകൊള്ളുന്നതെന്നും അത് ചിലപ്പോൾ ഒരു കോമൺ കൾച്ചർ ഉള്ള മാനിഫെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടും ആകാം. ഒരു നേഷൻ ഉണ്ടാകുന്നതിന് ചരിത്രം പരിശോധിക്കുമ്പോൾ പല കാരണങ്ങളുണ്ട്. ഹിസ്റ്റോറിക്കലി ഒരു നേഷനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരുപാട് റീസൺസ് അല്ലെങ്കിൽ ബേസിസ് ഉണ്ട് എന്ന് ജോസഫ് സ്റ്റാലിൻ പറയുകയാണ്. നമുക്കറിയാം, ജോസഫ് സ്റ്റാലിന്റെ ഡെഫിനേഷൻ നോക്കുമ്പോൾ ഒരുതരം മെറ്റീരിയലിസ്റ്റ് അനാലിസിസ് ആണ് ജോസഫ് സ്റ്റാലിൻ ഇത് നാഷണലിസത്തെ കുറിച്ച് നടത്തിയത്. എന്നാൽ റെനിൻ നടത്തിയതോ, റെനിന്റെ ഫ്രഞ്ച് ചരിത്രകാരനായിട്ടുള്ള ഓറിയന്റലിസ്റ്റ് ആയിട്ടുള്ള റെനിന്റെ ഡെഫിനേഷൻ നോക്കുമ്പോൾ ഒരു ആദർശപരമായ ഒരു ഡെഫിനേഷനാണ് നാഷൻ എന്ന് പറയുന്നത്. ഒരു സ്പിരിച്വൽ കമ്മ്യൂണിറ്റി ആണെന്നൊക്കെ പറയുന്നത് കുറച്ചും കൂടെ ഒരു ആദർശ ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡെഫിനേഷനാണ്. നൗ ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത് എന്താണ് ഇതിനകത്ത് ഇവരുടെ രണ്ടുപേരുടെയും ചിന്തയിലുള്ള ഒരു കോമൺ ആയ കാര്യം. ദ വെരി ഇൻട്രസ്റ്റിംഗ് തിങ് ഈസ് ദാറ്റ് ബോത്ത് റെനൻ ആൻഡ് സ്റ്റാലിൻ were of the same opinion that there is nothing permanent or everlasting about nation. നാഷനെ കുറിച്ച് പറയുമ്പോൾ എവർലാസ്റ്റിംഗ് എന്ന് പറയാവുന്ന ഒന്നുമില്ല, പെർമനന്റ് എന്ന് പറയാവുന്ന ഒന്നുമില്ല. അതാണ് അതിനകത്തുള്ള ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. Both of them believed that nations are historical constructs. രണ്ടു കൂട്ടരും വിശ്വസിച്ചിരുന്ന ഇതാണ്, നാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ കൺസ്ട്രക്റ്റ് ആണ്, ചരിത്രപരമായ നിർമ്മിതിയാണ്. ആൻഡ് ഇറ്റ് ഹാഡ് എ ബിഗിനിങ് ആൻഡ് വുഡ് ഓൾസോ ഹാവ് ആൻ എൻഡ്. നാഷൻ എന്ന ചിന്തയ്ക്ക് കുറച്ചു നാള് എന്തെങ്കിലും ഒരു ദിവസം നാഷൻ എന്ന ചിന്ത തുടങ്ങും. കുറെ നാൾ കഴിയുമ്പോൾ ആ നാഷൻ എന്ന വികാരം മാറി മറ്റൊരു രീതിയിലേക്ക് നാഷന്റെ ബൗണ്ടറീസ് മാറും. ഇന്ന് വരെയുള്ള ഹിസ്റ്ററി പരിശോധിച്ചാൽ അങ്ങനെയാണ്. നാഷൻ ഒരു കാലത്ത് ആ നാഷണാലിസ്റ്റിക് ഫീലിംഗ് ഉണ്ടായി വരും, കുറെ നാൾ കഴിയുമ്പോൾ അതിന് എൻഡ് ഉണ്ടാവുകയും ചെയ്യും. ഇതാണ് കൊഹൻ പറഞ്ഞ കാര്യമാണെങ്കിലും ഇനി കൊഹൻ എന്ന് പറയുന്ന ആള് പറഞ്ഞ ആശയത്തേക്ക് നമുക്ക് നോക്കാം. കൊഹൻ ആർഗ്യൂഡ് ദാറ്റ് ബോത്ത് ദ ഐഡിയ ആൻഡ് ദ ഫോം ഓഫ് നാഷണലിസം വർ ഡെവലപ്ഡ് ബിഫോർ ദ ഏജ് ഓഫ് നാഷണലിസം. നാഷണലിസത്തിന്റെ ഏജിന് മുമ്പേ തന്നെ ഉണ്ടായതാണ് ഈ നാഷണലിസ എന്ന ആശയം. അപ്പോ ആരാണ് കൊഹൻ എന്നത് ഒരു കാര്യമാണ്. അദ്ദേഹം നാഷണലിസത്തെ കുറിച്ച് വളരെ അക്കാദമിക്കായ പഠനങ്ങൾ നടത്തിയ വ്യക്തിയാണ് ഹാൻസ് ഡബ്ല്യു കൊഹൻ എന്ന് നമുക്ക് പറയാം. കൊഹന്റെ ആർഗ്യുമെന്റ് നാഷണാലിറ്റിയെ കുറിച്ച് എങ്ങനെയാണ്? ഹി ആർഗ്യൂഡ് ദാറ്റ് ബോത്ത് ദ ഐഡിയ ആൻഡ് ഫോം ഓഫ് നാഷണലിസം വർ ഡെവലപ്ഡ് മച്ച് ബിഫോർ ദ ഏജ് ഓഫ് നാഷണലിസം. നാഷണലിസം എന്ന ഐഡിയയും അതിന്റെ ഫോമും നാഷണലിസത്തിന്റെ യുഗത്തിന് മുൻപേ തന്നെ പിറവികൊണ്ടിരുന്നു എന്നാണ് പറയുക. അപ്പൊ നാഷണലിസത്തിന്റെ ഒരു ഏജ് എന്ന് പറഞ്ഞൊരു ഏജ് ഉണ്ടായി തീർച്ചയായിട്ടും ചരിത്രത്തിൽ. അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റിന്റെ ബേസ് എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുരാതന ഹീബ്രു നാഷണാലിസം, ഗ്രീക്ക് നാഷണാലിസം ഇതൊക്കെ പണ്ടേ ഉണ്ടായിരുന്നതാണ്. നാഷണലിസത്തിന്റെ ഏജ് ഒന്നും ആയിരുന്നില്ല അന്ന്, അതിപുരാതന കാലമായിരുന്നു. പിന്നീടല്ലേ നാഷണലിസത്തിന്റെ ഏജ് നമ്മൾ പറയുന്നു. അപ്പോ ആ മോഡേൺ സെൻസിലെ നാഷണാലിസത്തിന്റെ ഏജ് ആവണതിന് മുമ്പേ തന്നെ ഏൻഷ്യന്റ് ഗ്രീക്ക് നാഷണാലിസത്തെ കുറിച്ചും ഏൻഷ്യന്റ് ഹീബ്രു നാഷണാലിസത്തെ കുറിച്ചും ഒക്കെയുള്ള ഐഡിയാസ് നമുക്ക് ട്രേസ് ചെയ്യാൻ കഴിയും എന്നതാണ് ഇതിന്റെ ഒരു ബേസ്. പിന്നെയും കുറച്ച് കാര്യങ്ങൾ കൂടി അദ്ദേഹം പറയുന്നു.